വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. അങ്ങനെ പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 8ാം ക്ലാസ്സിലെ എല്ലാ കുട്ടിക്കളികളും മാറ്റിവെച്ച് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള 9ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, 9ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള കുറച്ചൊക്കെ ടഫായിട്ടുള്ള ഒരു സിലബസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് ഇപ്രാവശ്യം വന്നിട്ടുള്ള സിലബസ് ചേഞ്ച് ആണ് അല്ലേ. നമുക്ക് നോക്കാം. പക്ഷെ ഒരു റിലാക്സേഷൻ ഉണ്ട്. നമ്മുടെ ഫിസിക്സിന്റെ കേസിൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് 5 ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം 4 ഉള്ളൂ. പക്ഷെ സയൻസ് അഡ്വാൻസ്ഡ് അതുപോലെ തന്നെ മാത്സ് അഡ്വാൻസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയും, ഞങ്ങൾ പറഞ്ഞു തരും. സോ ഒറ്റ കാര്യം ഇങ്ങോട്ട് ഗ്യാരണ്ടി ചെയ്യാനുള്ളത്, ഈ ഒരു വർഷം മുഴുവനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ, അതായത് നമ്മുടെ സൈലം ടീം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ സിലബസ് മാറിയതോ അല്ലെങ്കിൽ ടഫായിട്ടുള്ള സിലബസ് അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങളെ ടെൻഷൻ ആവേണ്ട. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സോ മക്കളെ, നമ്മുടെ ഫിസിക്സിൽ നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ ഇനി പഠിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കണം. ഇത് പണ്ട് നിങ്ങൾ പഠിച്ചതാണ്. അതിനൊന്ന് ജസ്റ്റ് ഞാനൊന്ന് പൊടി തട്ടി എടുക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് ചലനം എന്ന് മലയാളത്തിൽ പറയും. മോഷൻ അല്ലെ, മോഷൻ, മൂവിങ് എ കാർ മൂവ് ചെയ്യാം. റോഡിലൂടെ ഒരു കാർ പോകുന്നത്, ഒരു ബൈക്ക് പോകുന്നത്, മനുഷ്യൻ നടന്നു അല്ലെ. there are lots of movement നമുക്കറിയാം. അപ്പൊ മോഷന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക. ഇതിൽ നിങ്ങൾ വളരെ അടിപൊളിയായിട്ടുള്ള 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക. അതൊക്കെ ഭയങ്കര രസം. നിങ്ങൾ പറയും വാവ് സൂപ്പർ അങ്ങനെ പറയില്ലേ. അത്രക്കും അടിപൊളിയായിട്ടുള്ള 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കും. അതിന്റെ കൂടെ തന്നെ സിമ്പിൾ തിയറികൾ നിങ്ങൾ പഠിക്കും. അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പർ ആയിട്ടുള്ള കുറച്ച് ഗ്രാഫുകൾ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഗ്രാഫുകളെ കുറിച്ചും കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു സൂപ്പർ ഫെന്റാസ്റ്റിക് എന്താ പറയുക, അടിപൊളി ചാപ്റ്റർ ആണ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെക്കേഷൻ ആണ് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കൊക്കെ അതറിയാം. അതിലുപരി നമുക്ക് നമ്മുടെ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മുടെ കാര്യങ്ങളിലും കൂടെ ശ്രദ്ധിക്കണം. കംപ്ലീറ്റ്ലി ഒരു വെക്കേഷൻ ഒരു വൈബ് മൂഡിലല്ല നമ്മൾ പോകേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ മൈൻഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അതിനെപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, അല്ലാതെ ഫുൾ കംപ്ലീറ്റ്ലി എൻജോയ്മെന്റ് മൂഡല്ല കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട അല്ലേ. നമ്മൾ എന്താവണം, എല്ലാം കൊണ്ടുപോകണം. എൻജോയ്മെന്റ് വേണം ലൈഫിൽ, അക്കാഡമിക് ഇയർലി അല്ലെ. അങ്ങനെ നമ്മൾ അടിപൊളിയാവണം. എല്ലാ സംഭവങ്ങളും നമ്മൾ സൂപ്പർ ആയിരിക്കണം. ഓക്കെ, റെഡി. സോ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത്. ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും ഡിസ്റ്റൻസിനെ കുറിച്ചൊക്കെ അല്ലെ. എന്താണ് ഡിസ്റ്റൻസ്? ദി ആക്ച്വൽ പാത്ത് ട്രാവൽഡ്. വാട്ട് ഈസ് ദാറ്റ് നോക്കാം നമുക്ക്. ഡി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുക. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിറ്റുകൾ ചിലരൊക്കെ എന്ത് ചെയ്തോ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും. അങ്ങനെ എഴുതാനേ പാടില്ല കേട്ടോ. യൂണിറ്റിന്റെ സിമ്പിൾ ആണ് ഈ മീറ്റർ എന്ന് പറയുന്നത്. ഈ എം എന്ന് പറയുന്നത് മീറ്റർ ആണ് ഫുൾ യൂണിറ്റ്. അതിന്റെ സിമ്പിൾ ആണ് എം എന്ന് പറയുന്നത്. നമ്മൾ സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ്. ആൻഡ് വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ദി ആക്ച്വൽ പാത്ത് ട്രാവൽഡ് അല്ലെ. ആക്ച്വൽ പാത്ത് ട്രാവൽഡ് നോക്കാം നമുക്ക്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇക്കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരാളാണ് ഡിസ്പ്ലേസ്മെന്റ്, ദ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. വാട്ട് ഇസ് ദിസ് നോക്കാം നമുക്ക്. ദ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, നോക്കാം കേട്ടോ. ഡിസ്കസ് ചെയ്യാം, നമുക്ക് ചെയ്യാം. ആൻഡ് ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒന്നല്ലേ? അല്ല, ചെറിയ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. നോക്കാം നമുക്ക്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അത് മാത്രമല്ല, ഇതിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മീറ്റർ തന്നെയാണ് ഇതിന്റെ യൂണിറ്റ്. നേരത്തെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഇപ്പത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. രണ്ടിന്റെ യൂണിറ്റ് സെയിം ആണ് അല്ലെ. ചെറിയൊരു മാറ്റമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ദി ആക്ച്വൽ പാത്ത് ട്രാവൽഡ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ദ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. നോക്കാൻ നമുക്ക് എന്താണ് കേട്ടോ. അപ്പൊ നോക്കിയ മക്കളെ, ഇതാണ് നമ്മളുടെ ഹോം, വീടാണ്. ഇത് നമ്മുടെ സ്കൂളാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി, ഒരു സുന്ദര കുട്ടാപ്പി എന്ത് ചെയ്യാണ്? അവൻ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലേക്ക് എങ്ങനെ പോവാ? അവന് ഒരുപാട് വഴികളുണ്ട്. അവൻ ചൂസ് ചെയ്യുന്ന വഴി നോക്കൂ. ഇവിടെ ഇങ്ങനെ വളരെ റിലാക്സ്ഡ്, കുറച്ചുകൂടെ സോഷ്യൽ എൻഗേജ്മെന്റ് ഉള്ള ഒരു കുട്ടിയാണ്. അവൻ എന്ത് ചെയ്യും? രാവിലെ എണീച്ചിട്ട് കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോകണം. അപ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് കുറച്ച് ബുക്കൊക്കെ വായിക്കുന്നപ്പോഴാണ് ഒരു മിഠായി കഴിക്കാൻ ഒരു പൂതിയാവുന്നത്. അപ്പോൾ കടയിൽ പോയിട്ട് കുറച്ച് മിഠായി ഒക്കെ വാങ്ങി ഫ്രണ്ട്സിനും കുറച്ചൊക്കെ വാങ്ങി സ്കൂളിലേക്ക് പോകുന്നു.
അപ്പൊ അവൻ എവിടെയാണുള്ളത്? സ്കൂളിലാണുള്ളത്. സോ നമ്മൾ പഠിച്ചത് ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റുമാണ് അല്ലെ മക്കളെ. ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ദി ആക്ച്വൽ പാത്ത് ട്രാവൽഡ്, നമ്മുടെ കുട്ടി സഞ്ചരിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതാ കുട്ടി ഇങ്ങനെ 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 പോയിട്ട് ഇങ്ങനെയാണ് അല്ലെ എത്തിയത്. സോ ഈ ഒരു നീളം, ഈ ഒരു ലെങ്ത് മുഴുവൻ നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുക. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ വി ഓൺലി ഫോക്കസ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. ഇത് രണ്ടും തമ്മിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. വേറെ കുട്ടി എവിടെ പോയി, അത് പോയി, ഇത് പോയി, അതൊന്നും നമുക്ക് വിഷയമല്ല. ചിലപ്പോൾ കുട്ടി പോയ ദൂരം ഇതൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്കതൊന്നും വേണ്ട. നമ്മളെന്ന് പറയുമ്പോൾ ഓൺലി ഫോക്കസ് എവിടെയാണ്? ഇനീഷ്യലും ഫൈനലി കുട്ടി എവിടെയാണ് അവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ആ ഒരു ലെങ്തിനെയാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദി ആക്ച്വൽ പാത്ത് ട്രാവൽഡ്. സെറ്റാണല്ലോ. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. സോ അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു പിക്ചർ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഇവിടെയുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. നമ്മുടെ കുട്ടി ഏതാണ് നോക്കൂ, നമ്മുടെ കുട്ടിയാണ് ഇത് കേട്ടോ. ഇതാണ് നമ്മുടെ കുട്ടി. ഓക്കെ, നമ്മുടെ കുട്ടി എവിടുന്നാണ്? ദാ ഇവിടെ നിന്നിട്ട് അവന് ഡിപ്രഷൻ വന്നു. അപ്പൊ അവൻ ആദ്യം വീട്ടിൽ പോയപ്പോൾ വീണ്ടും ഡിപ്രഷൻ. അപ്പൊ മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് കുറച്ചു നേരം അസമാധാനപരമായി ഇരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പോവാം കേട്ടോ. അപ്പൊ കുട്ടി എവിടെയാണ്? ഇവിടെയാണ്, സൈക്കിൾ കൊണ്ടാണ് പോകുന്നത് കേട്ടോ. അതാ ഇവിടെ പോയിട്ട് വീട്ടിലിരുന്നപ്പോൾ ഒരു സമാധാനമില്ല, പോവാൻ എനിക്ക് ഇവിടെ വയ്യ. അപ്പൊ കുട്ടി അപ്പുറത്തേക്ക് പോയി അവിടെ ഇരുന്നു കേട്ടോ. അപ്പൊ കുട്ടിയുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദി ആക്ച്വൽ പാത്ത് ട്രാവൽ. കുട്ടി ഏതിലൂടെയൊക്കെ പോയത്? കുട്ടി വീട്ടിലേക്ക് പോയി. എത്ര? 4 മീറ്റർ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മീറ്റർ വീണ്ടും. അപ്പൊ 4 + 3 എത്രയാണ്? 7 മീറ്റർ ആണ് കുട്ടി ഇവിടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ കുട്ടി പോയിട്ടുള്ള ലെങ്തിനെയോ കുട്ടി പോയ വഴിയോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വി ഓൺലി ഫോക്കസ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. അവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. So here we have that is 5 meter ആണ് അല്ലേ. So we got displacement is equal to 5 meter. എത്ര സിമ്പിൾ ആയിട്ട് കിട്ടിയെന്ന് ആലോചിച്ച് നോക്കണേ. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ല. ഇത്ര നിങ്ങൾ ആലോചിക്കണ്ടാവും, പഠിച്ചോനെ ഇത്രക്ക് സിമ്പിളാണോ ഫിസിക്സ് എന്നല്ലേ. ഇത്രക്കും സിമ്പിളാണ്. ഇനി ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് സ്പീഡ്, വെലോസിറ്റി. ഇവരെ നമ്മൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കും. എന്താണ്? സ്പീഡ് അതുപോലെ തന്നെ വെലോസിറ്റി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാപ്റ്ററിൽ ഏത് കോണെന്ന് എവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്പീഡിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം കേട്ടോ. മക്കളെ മനസ്സിലാക്കുക, സ്പീഡ് എന്ന് പറയുമ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് സ്പീഡ് അല്ലേ. ആൻഡ് വാട്ട് ഇസ് സ്പീഡ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് സ്പീഡ്. എത്ര സിമ്പിളാ അല്ലേ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. ഇഫ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ട്രെയിൻ 600 മീറ്റർ ഇൻ 60 seconds, then what is its speed? സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ സ്പീഡ് കണ്ടുപിടിക്കുക? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 600 മീറ്റർ. സോ 600 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? അത് 60 ആണ്. സോ സിമ്പിൾ ആയിട്ട് കണ്ടെത്തിക്കൂടെ? എന്റെ മോനെ എത്ര സിമ്പിളാ. അത് എത്രയാണ്? 10. ഇനി എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താ യൂണിറ്റ് വരിക? മീറ്റർ ആണെന്നൊക്കെ വരും അല്ലേ. ആ മീറ്റർ അല്ല കേട്ടോ. അവിടെ നോക്കൂ, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസിന് യൂണിറ്റ് എന്താ? മീറ്റർ. ടൈമിന് യൂണിറ്റ് എന്താ? സെക്കൻഡ്. സോ മീറ്റർ ബൈ സെക്കൻഡ് ആണ് ഇതിന്റെ യൂണിറ്റ് ആര് വരിക. സോ വി ഗോട്ട് 10 മീറ്റർ ബൈ സെക്കൻഡ്. എത്ര സിമ്പിളാ അല്ലേ. സിമ്പിളാണ്. നേരത്തെ ഒരു വേർഡും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വെലോസിറ്റി. വാട്ട് ഇസ് വെലോസിറ്റി? ആക്ച്വലി സ്പീഡിന്റെ പോലത്തെ ഒരാൾ തന്നെയാണ് വെലോസിറ്റി. ബട്ട് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ഇതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ. അത്ര വ്യത്യാസമുള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങളിങ്ങനെ വിചാരിക്കേണ്ട ഒറ്റ മോനെ എന്തൊരു സിമ്പിളാണ് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പ്രത്യേകിച്ച് ഭയങ്കര സിമ്പിളാന്നല്ലേ. ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കാൻ പോകണം. അത്രക്കും അടിപൊളിയാണ്. സിലബസ് മാറി ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. സോ ഹിയർ വി ഹാവ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇസ് ഈക്വൽ ടു വെലോസിറ്റി ആൻഡ് ഹിയർ യു ഹാവ് എ ക്വസ്റ്റ്യൻ. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ആണ്. ആൻഡ് ഹിയർ വി ഹാവ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ ടൈം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. സിമ്പിൾ അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. മക്കളെ ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മളുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൻ്റെ കാര്യമാണ്. ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്ട്രാ സ്ലൈഡ് ഇവിടെ വെക്കാത്തത്. നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്.
വാട്ട് ഈസ് നിഞ്ച ബാച്ച്? നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ്സസ് കാണാറില്ലേ? അത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിൽ വന്നിട്ട് 4-5 ക്ലാസ് നമ്മൾ തരും അല്ലേ? ഇനി തരുവാണെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണ് തരാറ്? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 1 മണിക്കൂർ കൊണ്ടാണ് ഒരു ചാപ്റ്റർ നമ്മൾ എടുത്ത് തീർക്കാൻ. നമുക്ക് അത്രയും സമയമുള്ളൂ അവിടെ. അതുകൊണ്ടാണ് പെട്ടെന്ന് മാക്സിമം കുട്ടിയെ കിട്ടട്ടെ എന്നുള്ള മൈൻഡൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും നമുക്ക് ടൈം അവിടെ ഇല്ല. പക്ഷെ എന്നാൽ നമ്മളുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളുണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് നമുക്കൊരു ആപ്പ് ഉണ്ട്. ആപ്പാണ് സൈലം ലേണിംഗ് ആപ്പ് എന്ന് പറയും. ഈ ആപ്പിൽ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പടച്ചറപ്പ് വെറുത്തു പോകുമല്ലോ നമുക്ക് എന്നും ക്ലാസ്. പക്ഷെ അത് അങ്ങനെയല്ല. ലൈവ് ക്ലാസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് റെക്കോർഡ് ആയിട്ട് അവിടെ ഉണ്ടാകും. ഇപ്പം നിങ്ങൾ സാധാരണ കുട്ടികൾ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഒരു 1L2Xലോ 1.5Xലോ ഒക്കെ ഇട്ടത് കാണും. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഇനി അതൊന്നും കാണാൻ നിങ്ങൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേൾ വീഡിയോയിൽ പോകാൻ പറ്റും. അങ്ങനെ ടോട്ടലി വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ ബാച്ചിനുള്ളത്. പേര് മറക്കണ്ട, നിഞ്ച ബാച്ച് എന്നാ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ സ്ക്രോൾ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? അവിടെ നിങ്ങൾക്ക് ഒരു നമ്പർ കാണുന്നില്ലേ? ആ നമ്പറിൽ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാണോ, ഇതെന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞതാണെന്ന് പറയണം കേട്ടോ. മുഫീദ മിസ് പറഞ്ഞു എന്തൊക്കെയോ സംഭവം എന്തോന്ന് പറഞ്ഞു, അത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവിടെ എടുത്തു തരുന്നതാണ്. നമുക്ക് ബാച്ചിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.